അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, നമ്മുടെ മഹത്തായ സംഘടനയാകുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന സംഘടന, അതിൻ്റെ 100-ാം വാർഷികം, 100-ാമത്തെ വർഷം തികയുന്ന സന്ദർഭത്തിലാണ് നാം ഇപ്പോൾ ഉള്ളത്. അതിൻ്റെ 100-ാം വാർഷികം ഫെബ്രുവരി 4, 5, 6, 7, 8 ദിവസങ്ങളിൽ കാസർഗോഡിനടുത്ത കുനിയ എന്ന സ്ഥലത്തിൽ നടത്തപ്പെടുകയാണ്. ആ മഹത്തായ സമ്മേളനത്തിനെ വിജയിപ്പിച്ചെടുക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഒഴിച്ചുകൂടാൻ പറ്റാത്ത രൂപത്തിലുള്ള ഒരു ക്രമമാണെന്ന് ഞാൻ മനസ്സിലാക്കി പ്രവർത്തിക്കൽ ആവശ്യമായ ഒരു ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. കാരണം സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്നത് ഇന്ന് മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിൽ പല ആദർശങ്ങളുണ്ടെങ്കിലും ആശയങ്ങളുണ്ടെങ്കിലും ആ ആശയങ്ങളിൽ നിന്നെല്ലാം തന്നെ വ്യത്യസ്തമായി യഥാർത്ഥ ഇസ്ലാമിൻ്റെ ആശയം ജനങ്ങളുടെ മുന്നിൽ തുറന്ന് പറയാനുള്ള ഒരു വേദിയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. പ്രവർത്തിക്കാനുള്ളൊരു വേദിയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അപ്പോൾ യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യാതിരുന്നാൽ നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമാണ്. അൽ-ഇൽമു ഹയാത്തുൽ ഇസ്ലാം. വിജ്ഞാനം എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ ജീവനാണ്. അപ്പോൾ നമ്മൾക്കുള്ള അറിവിനെ നമ്മൾ പരസ്യം ചെയ്യുന്നതായിരിക്കുന്ന മേഖലയാകുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമ അത് വാടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇസ്ലാം ദീനിനും വാട്ടം സംഭവിച്ചു പോകും. മാത്രമല്ല ഇസ്ലാം ദീന് തന്നെ അതിനെ നിർജീവമായി പോകും. അതിനെ ജീവിപ്പിച്ചെടുക്കാനുള്ളതായ സംവിധാനമാണ് അറിവ്. ആ അറിവിനെ പ്രബോധനം ചെയ്യാനുള്ള മേഖലയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അതുകൊണ്ട് തന്നെ ഇസ്ലാം ദീനിക്ക് ജീവൻ നിലക്കണമെങ്കിൽ സമസ്ത കേരള ജമിയത്തിൻ്റെ പ്രവർത്തകന്മാരായി നാം ഓരോരുത്തരും ഇറങ്ങേണ്ടത് ആവശ്യമായ ഒരു ഘട്ടമാണ്. നമ്മൾ ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഇപ്പോൾ ഈ കാലഘട്ടം എന്ന് പറയുന്നത് സംഘടനയുടെ കാലഘട്ടമാണ്. പഴയ കാലം പോലെയല്ല. പഴയ കാലത്തെ ജനങ്ങൾക്ക് ഏതെങ്കിലും ഒരു പണ്ഡിതൻ പറഞ്ഞാൽ ആ പണ്ഡിതനിൽ വിശ്വസിച്ച് കൊണ്ടിട്ട് പ്രവർത്തിച്ചു പോരുന്ന സമ്പ്രദായമായിരുന്നു. ഇന്ന് അങ്ങനെയൊരു കാലഘട്ടമല്ല. ഇന്നത്തെ കാലഘട്ടം സംഘടിച്ചു കൊണ്ട് എന്ത് പറയുന്നുണ്ടോ അതിനാണ് വിജയമുള്ളത്. രാഷ്ട്രീയപരമായിട്ടാവട്ടെ മതപരമായിട്ടാവട്ടെ ഏത് രൂപത്തിലാണെങ്കിലും സംഘടിച്ചു കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കും വാക്കിനുമാണ് സ്ഥാനമുള്ളത്. അതുകൊണ്ട് തന്നെ കാലോചിതമായ നിലക്ക് നമ്മുടെ പ്രവർത്തനം ഉണ്ടായെങ്കിലേ വിജയിപ്പിച്ചെടുക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്ന കാലഘട്ടത്തിൽ ജനങ്ങൾ മുഴുവനും തിബ്ബിൽ അഥവാ വൈദ്യശാസ്ത്രത്തിൽ നിപുണന്മാരായിരിക്കുന്ന കാലഘട്ടത്തിൽ അള്ളാഹു ആ വൈദ്യശാസ്ത്രത്തിനെ മുഴുവനും പരാജയപ്പെടുത്തുന്ന രൂപത്തിലുള്ള അമാനുഷിക കഴിവ് അഥവാ മൈദത്താണ് ഈസാ നബിക്ക് കൊടുക്കുന്നത്. അതാണ് ഖുർആനിൽ പറഞ്ഞത്, ഇന്നി ഉബ്രിയുൽ അക്മഹ വൽ അബ്റസ വഹിൽ മൗത്താ ബിഇദ്നില്ല. വെള്ളപ്പാണ്ട്, കുഷ്ഠരോഗം, മരിച്ചവരെ ഹയാത്താക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ബഹുമാനപ്പെട്ട ഈസാ നബിക്ക് മൈദത്തായി കൊടുത്തപ്പോൾ അക്കാലഘട്ടത്തിലുള്ള ജനങ്ങൾക്കെല്ലാം അവരുടേതാകുന്ന വൈദ്യശാസ്ത്രങ്ങൾ മുഴുവനും പരാജയപ്പെട്ട് ഈസാ നബി അവിടെ വിജയിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഈസാ നബിയുടെ തൗഹീദിനെ പ്രചരിപ്പിക്കാൻ ആ കാലോചിതമായ പ്രവർത്തനം വലിയതായിരിക്കുന്ന സഹായമായി മാറി. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിലാണെങ്കിലോ ജനങ്ങൾ സാഹിത്യത്തിൻ്റെ അകത്ത് അങ്ങേറ്റം ശ്രദ്ധിക്കുന്ന കാലഘട്ടമായിരുന്നു. സാഹിത്യത്തിൽ കൂടി പദ്യമായിട്ടും ഗദ്യമായിട്ടും പറഞ്ഞുകൊണ്ടും പാടിക്കൊണ്ടും ജനങ്ങളെ വശീകരിക്കുന്നൊരു കാലഘട്ടമായപ്പോൾ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ പറയുന്ന സാഹിത്യകാരന്മാരെ മുഴുവനും പരാജയപ്പെടുത്തുന്ന രൂപത്തിലുള്ളതായ പരിശുദ്ധ ഖുർആൻ അള്ളാഹു അവതരിപ്പിക്കുകയാണ്. ആ ഖുർആൻ്റെ സാഹിത്യത്തിനോട് കടപിടിക്കുന്ന രൂപത്തിലുള്ള ഒന്നും തന്നെ അക്കാലത്തുള്ള പ്രഗത്ഭന്മാരായ സാഹിത്യകാരന്മാർക്ക് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന് പൗറ് കൂടി, ഇസ്ലാം വിജയിച്ചു. അവസാനമായി ഒരു 23 വർഷങ്ങളെ കൊണ്ടിട്ട് ഇസ്ലാം അതിൻ്റേതാകുന്ന പൂർണ്ണരൂപത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. അതെന്താ? കാലോചിതമായ നിലക്കുള്ളതായ
പ്രവർത്തന മേഖല തിരഞ്ഞെടുത്തതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് സംഘടനാ രോഗമായതുകൊണ്ട് നമ്മളെ ദീനിൻ്റെ മതത്തിൻ്റെ ജീവൻ ഇൽമായതുകൊണ്ടും ആ ഇൽമിനെ പ്രചരിപ്പിക്കാൻ കാലോചിതമായുള്ളായിരിക്കുന്ന പ്രവർത്തന മേഖല അത് സംഘടിച്ചുകൊണ്ടാണ്. പണ്ഡിതന്മാർ സംഘടിച്ചു കൊണ്ടിട്ട് ഒരേ ഒരു കൊടിക്കീഴിൽ നിന്നുകൊണ്ടിട്ട് നമ്മൾ പ്രവർത്തിച്ചാൽ ഇസ്ലാമിൻ്റെ ജീവനെ നിലനിർത്താനൊക്കെ സാധിക്കും. അതിൻ്റെ ആ സമസ്ത, അതിനുവേണ്ടി രൂപീകരിച്ച സമസ്ത ഇപ്പോൾ ഇതിൽ നിന്നിട്ട് അതിൻ്റെ 100ാമത്തെ വർഷത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് നാം എല്ലാവരും തന്നെ ആ മഹത്തായ സമ്മേളനം വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ആവോരാത്രം പരിശ്രമിക്കണമെന്ന് എല്ലാവരോടും അപേക്ഷിച്ചു കൊണ്ടിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തക്കതായ പ്രതിഫലം അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.